ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊട്ടതും പിടിച്ചതും എല്ലാം പാപവും സാത്താനും പൈശാചിക പോരാട്ടങ്ങളുമാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു മാനസികാരോഗ്യം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 22 വയസ്സുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എത്ര വയസ്സുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. പുള്ളിക്ക് ആങ്സൈറ്റി മുതലായ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇൻസോംനിയ എന്നൊരു സ്റ്റേറ്റിലേക്ക് പോയി. പുള്ളിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പുള്ളിക്കാരൻ ഈ കാര്യം എക്സ്ട്രീംലി റിലീജിയസ് ആയിട്ടുള്ള ഈ പെന്തക്കോസ്തൽ ബിലീവേഴ്സ് ആയിട്ടുള്ള പുള്ളിയുടെ പേരൻസിൻ്റെ അടുക്കൽ ചെന്ന് പറയുമ്പോഴത്തേന് അവർ ഒരു കാരണവശാലും ഈ സാധനത്തിനെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇത് പൈശാചിക പോരാട്ടമാണ്, നീ ഡോക്ടറിനെ കാണാനോ അതിനോ ഇതിനോ ഒന്നും പോകണ്ട, നീ ഒരു കാര്യം ചെയ്യും, നേരെ പാസ്റ്ററിൻ്റെ അടുത്തോട്ട് ചെല്ല്, പുള്ളിക്കാരൻ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേന് ഈ സാധനമൊക്കെ പമ്പ കിടക്കും. ഈ രീതിയിലാണ് വീട്ടുകാരുടെ ഒരു സമീപനം. 3-4 പ്രാവശ്യം പറഞ്ഞിട്ടും ഒരു രക്ഷയില്ലാന്ന് കണ്ടിട്ട് പുള്ളി വീട്ടുകാരെ അറിയിക്കാതെ തന്നെത്താൻ ഒരു ഡോക്ടറിനെ പോയി കാണുകയായിരുന്നു. അതിനുശേഷം മാത്രമാണ് പുള്ളിക്ക് ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു മോചനം ഉണ്ടായത്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ആവറേജ് പെന്തക്കോസ്തൽ വിശ്വാസിയുടെ നിലപാട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതേപോലുള്ള പാസ്റ്റർമാരുടെ പ്രസംഗം തന്നെയാണ്. അവർ പറഞ്ഞ് പേടിപ്പിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ്. ദൈവത്തിനോടൊന്ന് അടുത്ത് നോക്കൂ, ഈ സാധനങ്ങളെല്ലാം പോകും. ഒരു എക്സ്ട്രീം ബിലീവറാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നതെങ്കിൽ അയാൾ എപ്പോഴും അയാളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ്റെ വിശ്വാസം കുറഞ്ഞു പോയതുകൊണ്ടാണ്, പുള്ളി ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ടാണ്, പുള്ളിക്ക് ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. അതും അവരെ വലിയൊരു ചതിക്കുഴിയിലേക്ക് കൊണ്ട് എത്തിക്കും.